സംസാരിക്കണം എന്ന് ആവശ്യപ്പെടുകയാണ്. സാർ ഇവിടെ സൂചിപ്പിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ദലീമ അംഗത്തിന്റെ പാട്ട് വളരെ മനോഹരമായിരുന്നു, സാർ അഭിനന്ദിക്കുകയാണ്. പക്ഷെ സാർ അവർ പറഞ്ഞത് അന്യ സംസ്ഥാന കുട്ടികൾ ഇവിടെ പഠിക്കുന്നു എന്നുള്ളതാണ്, സന്തോഷകരമായ കാര്യമാണ്. സാർ ഏറ്റവും കൂടുതൽ അങ്ങനെ കണക്കെടുക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ 10-30 വർഷക്കാലം നിങ്ങൾ ഭരിച്ച ബംഗാളിൽ നിന്നുള്ള കുട്ടികളാണ് സാർ 90% എന്നുള്ളത് ഇവിടെ പറയുകയാണ്. സാർ ഇപ്പൊ മണ്ഡലത്തിലെ പരാജയങ്ങളുടെ കണക്കെടുത്തുകൊണ്ടിരിക്കുകയാണ് സാർ 18 മണ്ഡലങ്ങളിലെയും പരാജയത്തിന്റെ കണക്കെടുക്കുന്നതിന്റെ വാർത്തകളും വിശദാംശങ്ങളും ജയത്തെക്കുറിച്ച് പരാജയത്തെക്കുറിച്ചൊക്കെ വാർത്തകൾ വരുന്നുണ്ട് സാർ. ഞാൻ അതുകൊണ്ട് ആ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല സാർ എന്റെ അഭിപ്രായത്തിൽ ഈ 18 പഠിക്കുന്നതിനേക്കാൾ എളുപ്പം സാർ ഒരിടത്ത് എങ്ങനെ ജയിച്ചു എന്ന് പഠിക്കുന്നതായിരിക്കും സാർ എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. സാർ കഴിഞ്ഞ 3 വർഷക്കാലമായി ഈ പ്രതിപക്ഷം ഈ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഞങ്ങൾ എല്ലാവരും നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങളാണ് സാർ ഈ പാർട്ടി ജില്ലാ കമ്മിറ്റി കൂടുമ്പോൾ ജില്ലാ കമ്മിറ്റി അംഗങ്ങളും യഥാർത്ഥ പാർട്ടി അണികളും നിങ്ങളുടെ മുഖത്ത് നോക്കി പാർട്ടി കമ്മിറ്റികൾ ചോദിക്കുന്നത് എന്ന് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് സാർ ഈ സർക്കാരിനെ ഇത്രയും വെട്ടിലാക്കിയതാരാണ് സാർ നിങ്ങളാണ് സാർ ആവശ്യമുള്ളിടത്തും ഇല്ലാത്തടത്തും എല്ലാം പുട്ടിന് പുയരയിടുന്നത് പോലെ സാർ ഈ സർക്കാരിനെ പുകഴ്ത്തി മുഖ്യമന്ത്രിയെ പുകഴ്ത്തി സാർ കുളിപ്പിച്ച് കൊച്ചിനെ ഇല്ലാതാക്കി എന്ന് പറഞ്ഞതുപോലെ സാർ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ വെറും ഭക്തി പ്രസ്ഥാനമാക്കി നിങ്ങൾ മാറ്റി സാർ അകമ്പടിക്കാർ, പക്കമേളക്കാർ, വാഴ്ത്തിപ്പാടലുകാർ, പാദസേവകർ, കുടലൂത്തുകാർ, പുകഴ്ത്തലുകാർ, ഡെസ്കിലടിച്ച് താളം പിടിക്കുന്നവർ സാർ നിങ്ങളാണ് സാർ ഈ സർക്കാരിനെ ഇത്രയേറെ കുഴപ്പത്തിലാക്കിയത് സാർ പ്രതിപക്ഷ ശബ്ദങ്ങളെ കേൾക്കാൻ മനസ്സില്ലാത്തവരാണ് സാർ അസഹിഷ്ണുതയുടെ ആൾരൂപങ്ങളായി സാർ നിങ്ങൾ മാറി സാർ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല സാർ നിങ്ങൾ ഓർക്കുക, നിങ്ങൾ അല്ലാതായെന്ന് സാർ ഇത് അനാഭ്യർത്ഥന എതിർക്കുകയാണ് സാർ.